നമസ്കാരം, എല്ലാവർക്കും മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന കേരള PSC ഫയർമാൻ ഫയർവുമൻ എക്സാമുമായി ബന്ധപ്പെട്ട് തൊഴിൽ വീതി നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കണ്ടെയ്നറിനുള്ളിലെ നേരിയ മർദ്ദവ്യത്യാസങ്ങൾ നിർവീര്യമാക്കുകയാണ് സ്നിഫ്റ്റർ വാൽവിൻ്റെ ധർമ്മം. കണ്ടെയ്നറിൻ്റെ ഹെഡിൽ സ്ഥാപിച്ചിട്ടുള്ള സുഷിരങ്ങളാണ് വെൻറ്റ് ഹോൾ. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ കണ്ടെയ്നറിനുള്ളിൽ മർദ്ദം വർദ്ധിക്കാനിടയുണ്ട്. ഉത്തരം ഇവയെല്ലാം ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. കണ്ടെയ്നറിനുള്ളിലെ നേരിയ മർദ്ദവ്യത്യാസങ്ങൾ നിർവീര്യമാക്കുകയാണ് സ്നിഫ്റ്റർ വാൽവിൻ്റെ ധർമ്മം. കണ്ടെയ്നറിൻ്റെ ഹെഡിൽ സ്ഥാപിച്ചിട്ടുള്ള സുഷിരങ്ങളാണ് വെൻറ്റ് ഹോൾ. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ കണ്ടെയ്നറിനുള്ളിൽ മർദ്ദം വർദ്ധിക്കാനിടയുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ സിലിണ്ടർ എത്ര ഹൈഡ്രോളിക് മർദ്ദത്തിലാണ് പ്രഷർ ടെസ്റ്റ് നടത്തേണ്ടത്? 235 kg/cm². കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ സിലിണ്ടർ 235 kg/cm² ഹൈഡ്രോളിക് മർദ്ദത്തിലാണ് പ്രഷർ ടെസ്റ്റ് നടത്തേണ്ടത്. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം ഏത്? എൻഡോതെർമിക് ആണ് താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് എൻഡോതെർമിക്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. താഴെ പറയുന്നവയിൽ നാപ്സാക്ക് ടാങ്കിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ബ്രാഞ്ച് മാൻ്റെ പുറകിൽ തൂക്കിയിടുന്ന ടാങ്കാണിത്. ഇതിൽ 18 ലിറ്റർ ഫോം കോമ്പൗണ്ട് ഉൾക്കൊള്ളും. ഇരുമ്പ് കൊണ്ടാണ് നാപ്സാക്ക് ടാങ്ക് നിർമ്മിക്കുന്നത്. ഫോം കോമ്പൗണ്ട് നിയന്ത്രിക്കുന്നതിന് ഒരു കൺട്രോൾ കോക്ക് ഉണ്ട്. ഉത്തരം ഇരുമ്പ് കൊണ്ടാണ് നാപ്സാക്ക് ടാങ്ക് നിർമ്മിക്കുന്നത്. താഴെ പറയുന്നവയിൽ നാപ്സാക്ക് ടാങ്കിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഇരുമ്പ് കൊണ്ടാണ് നാപ്സാക്ക് ടാങ്ക് നിർമ്മിക്കുന്നത് എന്നതാണ് തെറ്റ്. താഴെ പറയുന്നവയിൽ പ്രോട്ടീൻ ഫോം കോമ്പൗണ്ടിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫോം വളരെ നേരം നിലനിൽക്കുന്നു. സാവധാനം പരന്നൊഴുകുന്നതും കുമിളയുടെ ഭിത്തിക്ക് ദൃഢതയുള്ളതുമാണ്. കുമിള പൊട്ടി വീണ്ടും തീ പിടിക്കുന്നത് തടയാൻ പര്യാപ്തമാണ്. ഈ പറഞ്ഞവയെല്ലാം പ്രോട്ടീൻ ഫോം കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫോം വളരെ നേരം നിലനിൽക്കുന്നു. സാവധാനം പരന്നൊഴുകുന്നതും കുമിളയുടെ ഭിത്തിക്ക് ദൃഢതയുള്ളതുമാണ്. കുമിള പൊട്ടി വീണ്ടും തീ പിടിക്കുന്നത് തടയാൻ പര്യാപ്തമാണ്. ആക്റ്റീവ് പ്രൊട്ടക്ഷൻ ഉദാഹരണമല്ലാത്തതേത്? ഫയർ എക്സിറ്റ്. ആക്റ്റീവ് പ്രൊട്ടക്ഷൻ ഉദാഹരണമല്ലാത്തത് ഫയർ എക്സിറ്റ്. ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ സിലിണ്ടറിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ നിറം നീല. ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ സിലിണ്ടറിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ നിറം നീല. താഴെ പറയുന്നവയിൽ ഫോമിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതെങ്കിലും വാതകം അല്ലെങ്കിൽ വായു നിറഞ്ഞ കുമിളകളാണ് ഫോം എന്നറിയപ്പെടുന്നത്. ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തി ഫോം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് നാപ്സാക്ക് ടാങ്ക്. ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തുന്ന പ്രക്രിയയുടെ പേരാണ് ആസ്പിറേഷൻ. ഫോമിൽ നിന്ന് അതിലെ ദ്രാവക ഭാഗം ഊറി വരുന്നതിന് എടുക്കുന്ന സമയമാണ് ഡ്രൈനേജ് സമയം. ഉത്തരം ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തി ഫോം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് നാപ്സാക്ക് ടാങ്ക്. താഴെ പറയുന്നവയിൽ ഫോമിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തി ഫോം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് നാപ്സാക്ക് ടാങ്ക്. താഴെ പറയുന്നവയിൽ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം അല്ലാത്തത് ഏതാണ്?
ശരീരത്തിന് ഇളം ചുവപ്പ് നിറം. താഴെ പറയുന്നവയിൽ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമല്ലാത്തത്. ശരീരത്തിന് ഇളം ചുവപ്പ് നിറം. താഴെ പറയുന്നവയിൽ ഏതാണ് ആഴത്തിലുള്ള മുറിവ്? ഇൻസൈസ്ഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആഴത്തിലുള്ള മുറിവ്? ഇൻസൈസ്ഡ്. ഫസ്റ്റ് എയ്ഡിൻ്റെ എംബ്ലം. പച്ച നിറം പശ്ചാത്തലമായുള്ള വെളുത്ത ക്രോസ്. ഫസ്റ്റ് എയ്ഡിൻ്റെ എംബ്ലം പച്ച നിറം പശ്ചാത്തലമായുള്ള വെളുത്ത ക്രോസ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിക്കപ്പെട്ട നഗരം? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിക്കപ്പെട്ട നഗരം ചെന്നൈ. താഴെ പറയുന്നവയിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? ഹീറ്റ് സ്ട്രോക്ക്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഗുരുതരമായത് ഹീറ്റ് സ്ട്രോക്ക്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ക്ലോസ്ഡ് ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ, അസ്ഥി ഒടിഞ്ഞു ശരീരകലകളെ തുളച്ചു പുറത്തു വരിക, ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുക, ഒരു അസ്ഥി രണ്ടായി ഒടിയുക. ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥി രണ്ടായി ഒടിയുക. ക്ലോസ്ഡ് ഫ്രാക്ചർ ഒരു അസ്ഥി രണ്ടായി ഒടിയുക. കോമ്പൗണ്ട് ഫ്രാക്ചർ അസ്ഥി ഒടിഞ്ഞു ശരീരകലകളെ തുളച്ചു പുറത്തു വരിക. കോമ്പൗണ്ട് ഫ്രാക്ചർ അസ്ഥി ഒടിഞ്ഞു ശരീരകലകളെ തുളച്ചു പുറത്തു വരിക. കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുക. കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ ഒരു അസ്ഥി പല കഷ്ണങ്ങളായി ഒടിയുക. ക്ലാസ് എഫ് ഫയർ ഏതു വസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്? പാചക എണ്ണ. ക്ലാസ് എഫ് ഫയർ ഏതു വസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്? പാചക എണ്ണയിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം വായുവുമായി ചേർന്ന് ഒന്നായി കത്തുന്നതാണ് പൂൾ ഫയർ. ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ചു കത്തുന്നതിനെയാണ് ഫയർബോൾസ് എന്ന് പറയുന്നത്. തുടർച്ചയായി ഒരേ ദിശയിലേക്ക് ഒരു ഉറവിടത്തിൽ നിന്നും ശക്തിയായി പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെയാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം വായുവുമായി ചേർന്ന് ഒന്നായി കത്തുന്നതാണ് പൂൾ ഫയർ. ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ചു കത്തുന്നതിനെയാണ് ഫയർബോൾസ് എന്ന് പറയുന്നത്. തുടർച്ചയായി ഒരേ ദിശയിലേക്ക് ഒരു ഉറവിടത്തിൽ നിന്നും ശക്തിയായി പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെയാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് താപമോചക രാസപ്രവർത്തനം? എക്സോതെർമിക്. താഴെ പറയുന്നവയിൽ ഏതാണ് താപമോചക രാസപ്രവർത്തനം? എക്സോതെർമിക്. താഴെ പറയുന്നതിൽ പുക ശ്വസിക്കുന്നത് മൂലം മരണം സംഭവിക്കാനുള്ള കാരണം? ഖരാവസ്ഥയിലുള്ള കണികകളുടെ അമിതമായ സാന്നിധ്യം, ഉയർന്ന ഊഷ്മാവിൽ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷതം, വിഷകരമായതോ രാസപരമായി പ്രവർത്തിക്കുന്നതോ ആയ വാതകങ്ങളുടെ സാന്നിധ്യം. ഇവയെല്ലാം. താഴെ പറയുന്നതിൽ പുക ശ്വസിക്കുന്നത് മൂലം മരണം സംഭവിക്കാനുള്ള കാരണം? ഖരാവസ്ഥയിലുള്ള കണികകളുടെ അമിതമായ സാന്നിധ്യം, ഉയർന്ന ഊഷ്മാവിൽ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷതം, വിഷകരമായതോ രാസപരമായി പ്രവർത്തിക്കുന്നതോ ആയ വാതകങ്ങളുടെ സാന്നിധ്യം. ഇവയെല്ലാം. താഴെ പറയുന്നവയിൽ പുക ശ്വസിക്കുന്നത് മൂലം മരണം സംഭവിക്കാനുള്ള കാരണം? ഖരാവസ്ഥയിലുള്ള കണികകളുടെ അമിതമായ സാന്നിധ്യം, ഉയർന്ന ഊഷ്മാവിൽ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷതം, വിഷകരമായതോ രാസപരമായി പ്രവർത്തിക്കുന്നതോ ആയ വാതകങ്ങളുടെ സാന്നിധ്യം. ഇവയെല്ലാം പുക ശ്വസിക്കുന്നത് മൂലം മരണം സംഭവിക്കാനുള്ള കാരണങ്ങളാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കുറഞ്ഞിരുന്നാൽ തീ വളരെ പെട്ടെന്ന് വ്യാപിക്കും. തീ പിടിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന താപത്തിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ തീ പെട്ടെന്ന് വ്യാപിക്കും. അന്തരീക്ഷത്തിലെ ആർദ്രത കൂടിയിരുന്നാൽ തീ വ്യാപനം കുറയും.
അന്തരീക്ഷ മർദ്ദം കുറഞ്ഞിരുന്നാൽ തീ വ്യാപനം കൂടും. ഇവയിൽ ശരിയായ പ്രസ്താവന എന്നത് അന്തരീക്ഷത്തിലെ ആർദ്രത കൂടിയിരുന്നാൽ തീ വ്യാപിക്കുന്നത് കുറയും. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അന്തരീക്ഷത്തിലെ ആർദ്രത കൂടിയിരുന്നാൽ തീ വ്യാപിക്കുന്നത് കുറയും. ഈഥിൽ ആൽക്കഹോളിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എത്ര? 16 ഡിഗ്രി സെൽഷ്യസ്. ഈഥയിൽ ആൽക്കഹോളിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് 16 ഡിഗ്രി സെൽഷ്യസ്. ശരിയായ പ്രസ്താവന ഏത്? ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നതാണ് ചലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്നത് സംവഹനത്തിലൂടെയാണ്. താപകിരണങ്ങൾ മാധ്യമം ആവശ്യമില്ലാതെ നേർരേഖയിൽ സഞ്ചരിച്ചു മറ്റു വസ്തുക്കളിലെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് വികിരണം. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവന ഏത്? ഒരു വസ്തുവിലുള്ള താപം ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വ്യാപിക്കുന്നതാണ് ചലനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്നത് സംവഹനത്തിലൂടെയാണ്. താപകിരണങ്ങൾ മാധ്യമം ആവശ്യമില്ലാതെ നേർരേഖയിൽ സഞ്ചരിച്ചു മറ്റു വസ്തുക്കളിലെത്തി അവയെ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് വികിരണം. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ ഏതു തരം തീ കെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ക്ലാസ് ബി ഫയർ. മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്യൂഷർ ക്ലാസ് ബി ഫയർ കെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ വാട്ടർ റെസ്ക്യൂ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഫോർട്ട് കൊച്ചി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ വാട്ടർ റെസ്ക്യൂ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചി. അത്യാഹിതൻ ചെറിയ കുട്ടിയോ ഭാരം കുറഞ്ഞ ആളോ ആണെങ്കിൽ ഇരു കൈകളും ശരീരത്തിൻ്റെ അടിയിൽ വെച്ച് അയാളെ ഏറ്റവും സൗകര്യപ്രദമായി കിടത്തുന്ന രീതിയാണ് ക്രാഡിൽ. അത്യാഹിതൻ ചെറിയ കുട്ടിയോ ഭാരം കുറഞ്ഞ ആളോ ആണെങ്കിൽ ഇരു കൈകളും ശരീരത്തിൻ്റെ അടിയിൽ വെച്ച് അയാളെ ഏറ്റവും സൗകര്യപ്രദമായി കിടത്തുന്ന രീതിയാണ് ക്രാഡിൽ. വൈദ്യുതാഘാതമേറ്റ ആൾക്കു നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? ബോധം, ശ്വസനം, രക്തചംക്രമണം പരിശോധിക്കുക, ആവശ്യമെങ്കിൽ CPR നൽകുക, പൊള്ളലേറ്റ ഭാഗം ഡ്രസ്സ് ചെയ്യുക. ഇവയെല്ലാം വൈദ്യുതാഘാതമേറ്റ ആൾക്കു നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളിൽ പെടുന്നവയാണ്. വൈദ്യുതാഘാതമേറ്റ ആൾക്കു നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? ബോധം, ശ്വസനം, രക്തചംക്രമണം പരിശോധിക്കുക, ആവശ്യമെങ്കിൽ CPR നൽകുക, പൊള്ളലേറ്റ ഭാഗം ഡ്രസ്സ് ചെയ്യുക. ഇവയെല്ലാം വൈദ്യുതാഘാതമേറ്റ ആൾക്കു നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളിൽ പെടുന്നവയാണ്. മിശ്രക്ഷതം എന്നാൽ അസ്ഥിയൊടിഞ്ഞ് ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് പുറത്തു വരുന്നതാണ്. മിശ്രക്ഷതം എന്നാൽ അസ്ഥിയൊടിഞ്ഞ് ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് പുറത്തു വരുന്നതാണ്.